അനുദിനം വഷളാകുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിനിടയിൽ ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ അതിർത്തിയിലേക്ക് കൂടുതൽ BSF യൂണിറ്റുകളെ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു. അതിർത്തിയിൽ ജാഗ്രത നിരീക്ഷണവും ശക്തമാക്കിയതായി BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുള്ള ചില ആളുകൾ അതിർത്തി കടന്നു പോകാനും പ്രകോപനം ഉണ്ടാക്കാനുമായി ശ്രമിക്കുന്നുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 4096 കിലോമീറ്ററാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി. ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. അസം, മേഘാലയ, മിസോറാം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളുമൊക്കെയായി ബംഗ്ലാദേശിന് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാരോട് പ്രകോപനം ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന BSFിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. കൂടുതൽ BSF യൂണിറ്റുകളും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്യന്തം വഷളായി മാറുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്ഥിതിഗതികൾ എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഡിസംബർ 9-ാം തീയതി, അതായത് മറ്റന്നാൾ, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അദ്ദേഹം ബംഗ്ലാദേശ് സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതാദ്യമായിട്ടാണ് ഈ പുതിയ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഒരു ഉന്നതതല സംഘം ബംഗ്ലാദേശിലെത്തുന്നത്. അത്രത്തോളം സ്ഥിതി മോശമായ സാഹചര്യത്തിലാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ബംഗ്ലാദേശിലെത്തുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.